യെസ്, ഷാജഹാൻ, ഇപ്പോൾ ഈ കുഞ്ഞികൃഷ്ണനെ എങ്ങനെയൊക്കെ അപകീർത്തിപ്പെടുത്താൻ പറ്റുമോ ആ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുകയാണ്. ഇന്ന് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് മാധ്യമങ്ങളോട് സംസാരിക്കവേ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സിദ്ധാന്തങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്ന വ്യക്തികൾക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് പാർട്ടിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് വളരെ താത്വികമായിട്ട് ചില അവലോകനങ്ങളൊക്കെ നടത്തുകയുണ്ടായി. അപ്പോൾ താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 5 വർഷം മുമ്പ് തുടങ്ങിയ ഈ പാർട്ടിക്കകത്ത് തുടങ്ങി വെച്ച ഒരു കലാപമാണ് ഇത്. അതെല്ലാം മാധ്യമങ്ങളിൽ വന്നതാണ്. ധൻരാജ് ഫണ്ട് വെട്ടിച്ചു എന്നുള്ളത്. പക്ഷേ പരാതിപ്പെട്ടിട്ടും പാർട്ടിക്കകത്ത് കൃത്യമായിട്ടുള്ളൊരു നടപടി ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് പൊതുസമൂഹം ഇതറിയണം. പൊതുസമൂഹം മാത്രമല്ല, പാർട്ടിയെ ഇപ്പോഴും ജീവന തുല്യം സ്നേഹിക്കുന്ന, നെഞ്ചിലേറ്റി നടക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ. അവർ കൂടി അറിയണം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ കൂടി അറിയണം. അതുകൊണ്ടാണ് അദ്ദേഹം ഭീഷണി ഉണ്ടായിട്ട് പോലും ഇങ്ങനെ ഒരു പരസ്യമായിട്ടുള്ള പ്രതികരണത്തിലേക്ക് പോയത്. ഇപ്പോൾ നമുക്കറിയാം ടി പി ചന്ദ്രശേഖരൻ്റെയൊക്കെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്കറിയാം. പാർട്ടിയെ പിണക്കി പുറത്തുപോയി 51 വെട്ടുകളിലൂടെ ടി പി ചന്ദ്രശേഖരനെ അവസാനിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. ഇപ്പോൾ കുഞ്ഞികൃഷ്ണനെ ഏത് രീതിയിലായിരിക്കും ഇവർ കൈകാര്യം ചെയ്യുക? ഇപ്പോൾ സത്യം തുറന്നു പറഞ്ഞ ആളെ ഒറ്റുകാരനാക്കിയിരിക്കുകയാണ്, കുലംകുത്തിയാക്കിയിരിക്കുകയാണ്. ഇനി ഇദ്ദേഹത്തിനെ പിന്തുണച്ചുകൊണ്ട് പാർട്ടിയിൽ നിന്ന് ആളുകൾ വരുമെന്ന് കരുതുന്നുണ്ടോ താങ്കൾ? അല്ല, ഞാൻ മനസ്സിലാക്കിയിടത്തോളം പയ്യന്നൂർ നഗരസഭയിൽ ഒരു വാർഡിൽ കാര എന്നും കൊണ്ട് പറഞ്ഞിട്ട് ആണ് ഒരു വാർഡിൽ CPM-ൻ്റെ ഒരു വിമതൻ മത്സരിക്കുകയും ആ വിമതൻ അവിടെ ജയിക്കുകയും CPM 3-ാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് യഥാർത്ഥത്തിൽ ഈ സംഭവം നടന്ന പ്രദേശത്തെ ഒരു വാർഡിലാണ് അത് സംഭവിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ ഓർക്കുന്നു, ഈ പയ്യന്നൂരെന്ന് പറഞ്ഞ പ്രദേശം 2006 VS-ന് വേണ്ടിയിട്ട് ഒരുപക്ഷെ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ, പാർട്ടി അണികൾ തെരുവിലിറങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സ്ഥലമാണ് പയ്യന്നൂർ എന്നാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഈ കുഞ്ഞികൃഷ്ണൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് പോലും. ആ പുസ്തകം ഇപ്പം ഉടനടി പ്രസിദ്ധീകരിക്കുന്നുണ്ട് പോലും. ആ പുസ്തകം കുഞ്ഞികൃഷ്ണൻ സമർപ്പിച്ചിരിക്കുന്നത് VS-നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അല്ല, ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ്റെ കാര്യം അനിൽ സൂചിപ്പിച്ചു. ടി പി ചന്ദ്രശേഖരനുണ്ടായ ദുരനുഭവം നമുക്കറിയാം. മുഖത്ത് 51 വെട്ടേറ്റ് ടി പി ചന്ദ്രശേഖരൻ മരിച്ചു. പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ 2012 പാർട്ടിയല്ല 2026 പാർട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കണം. 2026 പാർട്ടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ചീട്ട് കൊട്ടാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളിപ്പോൾ ഈ 9-നും 11-നും നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ നമ്മളെടുത്തുന്നിട്ട് ഒന്ന് നോക്കിയേ. യഥാർത്ഥത്തിൽ അടപടലം CPM പൊളിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ തിരുവനന്തപുരം മുതൽ നമ്മളൊന്ന് എടുത്തു നോക്കൂ. ഇപ്പോൾ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ CPM-ന് 23 സീറ്റുകളാണ് കുറഞ്ഞത്. ആ 23 സീറ്റുകളിൽ ഏതാണ്ട് 12 സീറ്റ് BJP CPM-ൽ നിന്ന് പിടിച്ചെടുത്തപ്പോൾ 11 സീറ്റുകൾ കോൺഗ്രസ് BJP-യിൽ നിന്ന് CPM-ൽ നിന്ന് പിടിച്ചെടുത്തു. അപ്പോൾ ഇവിടെ CPM-നുണ്ടായിട്ടുള്ള തിരിച്ചടിയിൽ നിന്ന് BJP-യും UDF-ഉം നേട്ടമുണ്ടായതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമത്തെ കാര്യം. ഇനി നമ്മൾ കൊല്ലത്തേക്കൊന്ന് നോക്കിയേ. കൊല്ലത്ത് കോർപ്പറേഷൻ രൂപീകരിച്ച കാലം മുതൽ CPM മാത്രമേ അവിടെ ജയിച്ചിട്ടുള്ളൂ. അവിടെ UDF-കാരെ പോലും ഞെട്ടിച്ചുകൊണ്ട് CPM-ൽ നിന്ന് 21 സീറ്റുകൾ UDF പിടിച്ചെടുത്തു.
അവിടെ BJPയുടെ കൗൺസിലർമാരുടെ എണ്ണം 6-ൽ നിന്ന് 12 കൂടിയെങ്കിൽ ആ അഡീഷണൽ 6 സീറ്റും BJP പിടിച്ചെടുത്തത് ഇടതുപക്ഷത്തു നിന്നാണ് നമ്മൾ കാണണം. മനസ്സിലായില്ലേ? ഇനി നമ്മൾ കണ്ണൂർ ഒന്ന് നോക്കിയേ. കണ്ണൂർ കോർപ്പറേഷൻ കഴിഞ്ഞ തവണയും UDF-നായിരുന്നു, ഇത്തവണ UDF-നാണ്. പക്ഷേ അവിടെ 4 സീറ്റ് BJP കൂടുതൽ പിടിച്ചു. ആ 4 സീറ്റും CPM-ൻ്റെ സീറ്റുകളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് നഗരസഭയുടെ കാര്യങ്ങളാണെങ്കിൽ പോലും ആ നഗരസഭാ പ്രദേശങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് UDF-ഉം BJP-യും കൂടെ CPM-നെ ഇങ്ങനെ തിന്ന് തീർത്തുകൊണ്ടിരിക്കുന്നതാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ റിസൾട്ടിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു CPM-ൻ്റെ പ്രതീക്ഷ? 2015-ലും 2020-ലും CPM-ആണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുള്ളത്, ഇടതുപക്ഷമാണ് വിജയിച്ചിട്ടുള്ളത്. 2020-ലെ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ടൊരു 65-70% പഞ്ചായത്തുകൾ CPM-ൻ്റെ കയ്യിലായിരുന്നു. മറുഭാഗത്ത് കോൺഗ്രസ് നമ്മൾ എടുത്ത് നോക്കൂ, 50% സ്ഥലത്ത് ബൂത്ത് കമ്മിറ്റി പോലും കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കോൺഗ്രസ്സിൽ അടപടലം തമ്മിത്തല്ലായിരുന്നു. അപ്പോൾ എന്തായാലും 10 വർഷമായിട്ട് തങ്ങൾ അധികാരത്തിലൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു 50% സീറ്റിലെങ്കിലും തങ്ങൾ ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് CPM തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. എന്താണ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട്? തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ സമഗ്രമായിട്ടുള്ളൊരു പരാജയമാണ് CPM-ന് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായത്. എല്ലാ തട്ടിലും CPM താഴോട്ട് പോയി. കോർപ്പറേഷനിൽ 4 കോർപ്പറേഷനിൽ ഒരു കോർപ്പറേഷനിലാണ് ഇപ്പോൾ ആകപ്പാടെയുള്ളത്. ഇനി ഏറ്റവും താഴെത്തട്ടിലുള്ള പഞ്ചായത്തിലെ കണക്ക് നമ്മളൊന്ന് നോക്കിയേ. 2020-ൽ ഏതാണ്ടൊരു ഈ പറഞ്ഞ പോലെ 600-നടുത്ത് പഞ്ചായത്തുകൾ LDF-നുണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പം 600-നടുത്ത് പഞ്ചായത്തുകൾ UDF വിജയിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ടത് എന്താ? ഇതിൽ നമ്മൾ കാണേണ്ടത് വളരെ സമഗ്രമായി തന്നെ CPM പരാജയപ്പെട്ടിരിക്കുന്നു. വളരെ സമഗ്രമായി തന്നെ CPM തകർന്നിരിക്കുന്നു. അങ്ങനെ തകർന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാരണം എന്താ? ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാരണം എന്ന് പറയുന്നത് വളരെ സുസംഘടിതമായി CPM-ൻ്റെ താഴെത്തട്ടിലുള്ള അണികൾ കോർപ്പറേഷനിലായാലും ബ്ലോക്കിലായാലും മുനിസിപ്പാലിറ്റിയിലായാലും ജില്ലാ പഞ്ചായത്തിലായാലും പഞ്ചായത്തിലായാലും CPM-ൻ്റെ അണികൾ വലിയ തോതിൽ ഭൂരിപക്ഷം സ്ഥലങ്ങളിൽ UDF-നും ന്യൂനപക്ഷ സ്ഥലങ്ങളിൽ BJP-ക്കും വോട്ട് ചെയ്തിരിക്കുന്നു എന്നതാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലുള്ള CPM-ൻ്റെ സമഗ്രമായിട്ടുള്ള ഈ പരാജയം കാണിക്കുന്നത്. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന് നമ്മൾ നോക്കിയാൽ അത് സംഭവിക്കുന്നത് എന്താണെന്നുള്ളതിൻ്റെ പ്രതിഫലനങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് ഈ കുഞ്ഞികൃഷ്ണൻ ഈ അഴിമതി പുറത്ത് കാണിച്ചപ്പോഴത്തേക്കും എന്താ സംഭവിച്ചത്? കുഞ്ഞികൃഷ്ണനെതിരായിട്ടാണ് നടപടി വന്നത്. ഇത് അല്ല പറഞ്ഞതുപോലെ ഒരു രക്തസാക്ഷിയുടെ മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എല്ലാ ജില്ലകളിലും രക്തസാക്ഷികളുണ്ട്. ഇപ്പോൾ എറണാകുളത്തെ രക്തസാക്ഷിയുടെ കാര്യമാണ് നേരത്തെ സൂചിപ്പിച്ചത്. 2-3 കോടി രൂപ പിരിച്ചിട്ട് അതിൽ മനസ്സിലായി. ഇതെല്ലായിടത്തും അടിമുടി, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ, ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വെട്ടി തിന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പിടിച്ചു പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പിടിച്ചു പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആത്മധൈര്യം എന്താണ്? ഏറ്റവും വലിയ പിടിച്ചുപറിക്കാരനാണ് ഏറ്റവും മുകളിലിരിക്കുന്നത് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പം ഏറ്റവും വലിയ പിടിച്ചുപറിക്കാരൻ ഏറ്റവും മുകളിലിരിക്കുമ്പോൾ ഈ TI മധുസൂദനന്മാർക്കൊന്നും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ പിണറായി വിജയൻ്റെ കാര്യത്തിൽ നമ്മൾ എടുത്തു നോക്കൂ. 2020 മുതൽ നമ്മൾ ഇപ്പോൾ 98 കാലഘട്ടത്തിൽ ലാവ്ലിൻ കേസ് മുതൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. 375 കോടി രൂപയുടെ അഴിമതി ആയിരുന്നു ലാവ്ലിൻ കേസിൽ. ആ ലാവ്ലിൻ കേസിൽ 9ാം പ്രതിയായിട്ടും 7ാം പ്രതിയായിട്ടും പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് തുടർന്ന ഇന്ത്യയിലെ CPM-ലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് പിണറായി വിജയൻ. ലാവ്ലിൻ കേസിൽ പ്രതിയായിട്ട് പാർട്ടി സെക്രട്ടറി ആയിട്ട് തുടർന്ന ആളാണ്. അതിനുശേഷം 2020-ൽ അയാൾക്കെതിരെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടത് വന്നു, ഡോളർ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടത് വന്നു, അയാളുടെ മകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാസപ്പടി കേസ് വന്നു. അപ്പം ഇതിലൊന്നും തന്നെ ഒരു വളരെ അൺസ്കേത്ത്ഡായിട്ട് അയാൾ ഇപ്പോഴും തുടരുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരാൾ ഏറ്റവും മുകളിലിരിക്കുമ്പോൾ നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കൂ,
ഇപ്പോൾ ഈ പിണറായി വിജയൻ ഇരുന്ന സ്ഥാനത്ത് VS അച്യുതാനന്ദനായിരുന്നു ഇരുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, ഇതുപോലുള്ള ഒരു കാര്യവും അയാൾ വെച്ച് ഉറപ്പിക്കില്ലായിരുന്നു. ഇപ്പോൾ ഈ കുഞ്ഞികൃഷ്ണൻ തന്നെ അടിവരയിട്ട് ആണായിട്ട് പറയുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? VS അച്യുതാനന്ദന് വേണ്ടിയിട്ടാണ്. അപ്പോൾ VS അച്യുതാനന്ദനെ പോലെ ഒരാൾ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നതും പിണറായി വിജയനെ പോലൊരാൾ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നതും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനേറ്റവും കൂടുതൽ ഈ താഴെത്തട്ടിലുള്ള ഈ കുഞ്ഞികൃഷ്ണന്മാർക്ക് അഴിമതി നടത്താനുള്ള ഉത്തേജനം എന്ന് പറയുന്നത് പിണറായി വിജയനെ പോലൊരാൾ ഏറ്റവും മധുസൂദനന്മാർക്ക് ഇതുപോലുള്ള ഉത്തേജനം എന്ന് പറയുന്നത് പിണറായി വിജയനെ പോലൊരാൾ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇത് അധികകാലം ഇത് ഇങ്ങനെ അനന്തമായി ഇത് മുന്നോട്ട് പോകില്ല, ഇത് എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചു നിൽക്കും എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് കണ്ണൂരിൽ നിന്നുണ്ടായിരിക്കുന്നത്. കണ്ണൂരിലെ തന്നെ ഏറ്റവും വലിയ ചുവപ്പ് കോട്ടയിൽ നിന്നാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. ഈ അവസാനിപ്പിക്കുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞ ആളെ ഈ ചന്ദ്രശേഖരനെ കൈകാര്യം ചെയ്ത പോലെയൊന്നും ഈ പാർട്ടിക്ക് ഇപ്പോൾ കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവിടുത്തെ പാർട്ടിയിലും നല്ല ശതമാനം ആളുകൾ കുഞ്ഞികൃഷ്ണൻ്റെ കൂടെയാണ്. അതാണ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്, അവിടെ പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ 21-ൽ 17 പേരും കുഞ്ഞികൃഷ്ണൻ അനുകൂലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് പഴയ പാർട്ടിയല്ല, ഇത് വളരെ ദുർബലമായിട്ടുള്ള ഒരു ചീഞ്ഞെളിഞ്ഞ് ദ്രവിച്ച് പുഴുവരിച്ച ഒരു പാർട്ടിയാണ് ഇത്. ഈ പാർട്ടി ഇനി ഒരു 3-4 മാസം കൂടെ കഴിയുമ്പോഴത്തേക്കും ഇതങ്ങ് കംപ്ലീറ്റ് അങ്ങ് വറ്റിപ്പോകും ഈ പാർട്ടി. അതിൻ്റെ പ്രതിഫലനങ്ങളാണ് ഈ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ.